കമന്റ് എഴുതിയാലും കമന്റ് പറഞ്ഞാലും ജയിലിൽ പോകുന്ന കാലമാണ്. എന്തായാലും പാവപ്പെട്ട പി സി ജോർജ് അത്രയ്ക്ക് ബോധവാനായിരുന്നില്ലെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച്. ബോച്ചയ്ക്ക് പിറകെ ഇതപ്പോൾ പൊളിറ്റിക്കൽ പ്രമുഖനായ പി സി ജോർജും ജയിലിലെത്തി. പി സി ജോർജിന്റെ ജാമ്യം ഹൈക്കോടതി തള്ളി. ഉടനടി തന്നെ കഴിഞ്ഞ ദിവസം പുള്ളിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പുള്ളിക്ക് ECGയിലൊക്കെ ചില ഡിഫറൻസ് കാണിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിക്ക് ICയിലാക്കിയിരിക്കുകയാണ്. IC എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിന് അകത്ത് ഇങ്ങനെ ഒരു ജയിലുണ്ട്. ഈ ജയിൽ പുള്ളികൾക്ക് കഴിയാൻ വേണ്ടി ഒരു സെല്ല് പ്രത്യേകമുണ്ട്. എല്ലാ ആശുപത്രികളിലും ഉണ്ട്. മെഡിക്കൽ കോളേജിലുണ്ട്, ജില്ലാ ആശുപത്രിയിലുണ്ട്. ഞാൻ തന്നെ പലരും അവിടെ പോയി കണ്ടിട്ടുണ്ട്. അന്നേരം മെഡിക്കൽ കോളേജിനകത്ത് ഒരു പ്രത്യേക സെക്ഷൻ പോലീസ് കാവലോടുകൂടി, എല്ലാവർക്കും ഒന്നും പോയി കാണാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഇപ്പം പോലീസ് എസ്കോർട്ടോടുകൂടി പുള്ളി കഴിയാണ്. ശരിക്കും ആക്ച്വലി പുള്ളി റിമാൻഡിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാൾ അടുത്ത ദിവസങ്ങളിൽ പുള്ളി വീണ്ടും ജാമ്യ ഹർജി ഇരാറ്റുപേട്ട കോടതി തന്നെ സമർപ്പിക്കുന്നുണ്ട്. പി സി ജോർജ് ഇങ്ങനെ ഇത്രയൊക്കെ ടോർച്ചർ നേടേണ്ട ഒരാളായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞതിന് നമ്മൾ ന്യായീകരിക്കുകയല്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു പരാമർശം വളരെ മോശമായി. ഇന്ത്യ മഹാരാജ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ എല്ലാ മതസ്ഥരോടും പലരും ഇതിലും മ്ലേച്ഛകരമായ കാര്യങ്ങൾ പല മതങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു കഠിനമായിട്ടുള്ള ഒരു കാര്യം വേണമായിരുന്നു എന്ന് സാർ എന്ത് തോന്നുന്നു? ഉറപ്പായിട്ടും ഇല്ല. കാരണം ഇതിലും കൂടുതൽ കുറ്റങ്ങൾ ചെയ്ത് അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. ഇതൊരു പ്രതികാര ബുദ്ധിയാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ശത്രുത അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഉണ്ട്. അത് UDFനും ഉണ്ട്, LDFനും ഉണ്ട്. അദ്ദേഹത്തെ എങ്ങനെയും കൊടുക്കാനുള്ളൊരു ശ്രമമാണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിനോട് നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഒരു വിഭാഗത്തെ അങ്ങനെ അടിച്ചാക്ഷേപിക്കുക എന്ന് പറയുന്ന നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് ശരിയായ നടപടിയല്ല. അതുകൂടാതെ അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ പറഞ്ഞതിനെതിരെ വിനായകൻ പറഞ്ഞൊരു ചർച്ച കേട്ടായിരുന്നു. വിനായകൻ ഇന്നലെ പറഞ്ഞു, കാരണം ഈരാറ്റുപേട്ട കോടതിയും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനും ഈരാറ്റുപേട്ടയിലെ പൂഞ്ഞാർ ദേവമഠത്തിൽ നടന്നിരിക്കുന്ന 90% വികസനങ്ങളുടെ പിന്നിലും പി സി ജോർജ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞൊരു 35 വർഷമായിട്ട് പൂഞ്ഞാറിന്റെ MLA ആണ് പുള്ളി. അതിന് കോടതി പുള്ളി ഉണ്ടാക്കിയിട്ട് ടാക്സും കാര്യങ്ങളും പിന്നോക്കക്കാരും മറ്റുള്ള സമുദായം കൊടുത്ത്, അല്ലെ ഷോൺ എന്തിന്റെ അർത്ഥം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? ആ രീതി വളരെ മോശമായ കമന്റുകളൊക്കെ വിനായകനുണ്ട് പലരും. കാരണം പി സി ജോർജ് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും എതിരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് കണ്ടാലും മുഖത്ത് നോക്കി പറയും. തന്റേടിയായ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പി സി ജോർജ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് വരുത്തിയേക്കുന്ന ഏറ്റവും വലിയ വിന. BJPയുടെ പൂർണ്ണമായ സപ്പോർട്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ചില മാധ്യമങ്ങൾ പറഞ്ഞു BJP സംസ്ഥാന ഘടകം സപ്പോർട്ടില്ല. BJPയുടെ ജില്ലാ പ്രസിഡന്റുമാരും എല്ലാ നേതാക്കന്മാരും അവിടെ ഗ്രൂപ്പായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയും കൊടുത്തുണ്ട്. പക്ഷേ ചാനലുകൾ പറയുന്ന BJPയുടെ സംസ്ഥാന അദ്ദേഹത്തിനെതിരാണ്. അദ്ദേഹം അറിയാതെയാണ്, BJP അറിയിക്കാതെയാണ് ഇങ്ങനെ ചാനൽ ചർച്ചയിൽ പോയി പങ്കെടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും പൊതുവെ ഇങ്ങനെയൊന്നും അദ്ദേഹത്തിന് ജയിലിടേണ്ട അദ്ദേഹം ഒന്നും ഒളിച്ചോടി പോകുന്ന ഒരാളല്ലല്ലോ ജാമ്യം നിഷേധിക്കാൻ. ഹൈക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചു, അല്ലെങ്കിൽ പിന്നെ അടുത്ത സുപ്രീം കോടതിയിൽ അദ്ദേഹം പോകും. ആ പോകുന്ന സമയം വരെ അവസാനം സുപ്രീം കോടതി നിഷേധിക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇനിയും അദ്ദേഹത്തിന് അവസരമൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനോട് എതിർപ്പുണ്ടെന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്, അത് സംശയമൊന്നുമില്ല. അതെ. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോഴാണ് അത് വിനായകൻ. സത്യത്തിൽ വിനായകൻ എന്ത് റൈറ്റ് ആണ് ഒരു പൊളിറ്റീഷ്യനെ കുറിച്ച്? അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ നാടിന് കുറെ നന്മകൾ ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം നാക്കിച്ചിരി പ്രശ്നമാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലായ്പ്പോഴും അദ്ദേഹം ഇച്ചിരി വെട്ടൊന്നും മുറിരണ്ട് സ്വഭാവക്കാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ പറയും. പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലെ MLA എന്ന നിലയിലായാലും ഒരു പൊതുപ്രവർത്തന എന്ന നിലയിലും ധൈര്യപൂർവ്വം ചെയ്യുകയും, ഇപ്പോൾ ക്രിസ്ത്യൻസ് ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിലായാലും ഈ പറയുന്ന പോലെ മെത്രാന്മാരോടൊക്കെ ഒന്ന് സംസാരിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അദ്ദേഹം അതിന് മുണ്ടും മടക്കിക്കുത്തി കൽപ്പിച്ച് അതിനുവേണ്ടി സധൈര്യം ഇറങ്ങുന്ന ഒരു പൊതുപ്രവർത്തനാണെന്ന കാര്യത്തിൽ നിസ്സംശയം ഒരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഒരു നാക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുന്ന ഒരു കുറവെന്ന് പറയുന്നുള്ളത് നാക്കിന്റെ ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ആ ഒരു പൂഞ്ഞാറുകാരനായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആരെയും നോക്കാം, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫ്രണ്ടിൽ മാധ്യമങ്ങൾ ഇരിക്കുന്നോ ക്യാമറ ഉണ്ടെന്നോ ഒരു കോൺഷ്യസ് അല്ലാതെയാണ് ഇതൊക്കെ വിളിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെ കോൺഷ്യസ് ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇമേജ് നോക്കും, ഒരിക്കലും അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ഇമേജ് നോക്കുന്നില്ല. പിന്നെ വിനായകൻ ഇദ്ദേഹത്തെ കുത്തി പറഞ്ഞൊരു കാര്യം, വിനായകൻ എന്ത് റൈറ്റ് ആണുള്ളത് ഇതിനെയൊക്കെ പറയാൻ? പൊതുസമൂഹത്തിൽ തുണിവൊക്കി കാണിക്കുകയും പൊതുസമൂഹത്തിൽ അസഭ്യവർഷം ചെയ്യുകയും ചെയ്യുന്ന ഒരു കലാകാരൻ എന്നും നമുക്കൊരു നാണക്കേടോടുകൂടിയേ വിനായകനെ സംബോധന ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു കലാകാരൻ നിലയിൽ അദ്ദേഹം, നടൻ എന്ന നിലയിൽ അദ്ദേഹം ഗുഡാണ്, അദ്ദേഹം നല്ല ആക്ടിംഗ് ആണ്. പക്ഷേ എന്ന് വെച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവം കൂടെ സ്വന്തം നാട്ടിൽ കാണിച്ചൊരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം അതിന് വിവാദപരമായ പരിപാടി വിനായകൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പം പി സി ജോർജിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിനായകന് റൈറ്റ് ഉണ്ട്, ആരെക്കുറിച്ചും പറയാൻ റൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ പറയുമ്പോൾ അവനെ നിലകൂടെ മറന്നു പോരുന്നത് വിനായകൻ ചിന്തിക്കണം. കാരണം വിനായകന് പറയാൻ ഒരു റൈറ്റും ഇല്ല. കാരണം അദ്ദേഹം ഒരിക്കലും സമൂഹത്തിന് മാതൃകയായ ഒരു മനുഷ്യനൊന്നും അല്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം പി സി ജോർജിന് കുറ്റം പറയുന്നതെന്ന് ചോദിക്കേണ്ടി വരും. സാറിന് തോന്നുന്നു? പിന്നെ ഉറപ്പായിട്ടും അതെ, വിനായകൻ ആ കാര്യം പറയേണ്ട കാര്യം. പി സി ജോർജ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ജനകീയനാണെന്ന് എല്ലാവർക്കും അറിയാം. 35 കൊല്ലം MLA ആണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റ് 24 മണിക്കൂറും തുറന്നായിട്ടിരിക്കുന്നത്. രാത്രി 12 മണിക്കായാലും ആ ഗേറ്റ്
അടക്കുകയില്ല. കാരണം ഏത് സമയത്തും ആൾക്കാർക്ക് അവിടെ കയറി ചെല്ലാനും അവരുടെ കാര്യങ്ങൾ പറയാനും. ഇപ്പോൾ 17,000 വോട്ടിന് പുള്ളി തോറ്റുപോയെങ്കിലും അടുപ്പിച്ച് 10-35 കൊല്ലത്തോളം MLA ആയിരുന്നു, ചീഫ് വിപ്പ് ആയിരുന്നു അദ്ദേഹം. ഈ പ്രാവശ്യം ചില പ്രത്യേക പരിഗണനയിലാണ് അദ്ദേഹം. പ്രത്യേക രീതിയിലുള്ള ചില സമുദായങ്ങളുടെ ഇതുകൊണ്ടാണ് അദ്ദേഹം ചെറിയ വോട്ടിന് അവിടെ തോറ്റുപോയത്. അതും അതൊരു അജണ്ട ആയിരുന്നെന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അദ്ദേഹം തോൽപ്പിച്ചത് ഇത്രയും നാളും അദ്ദേഹം ആ സമുദായത്തിന്റെ കൂടെയായിരുന്നു. ആ സമുദായമായിട്ട് അദ്ദേഹത്തിന് എതിർപ്പ് വന്നുകൊണ്ടാണ് അദ്ദേഹം തോറ്റത്. അടുത്ത 26 ഇലക്ഷനൊക്കെ വരുമ്പോഴത്തേക്കും BJPയുടെ ഒരു സപ്പോർട്ടോടുകൂടിയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചു വരുന്ന ഒരു MLA തന്നെയാണ് PC ജോർജ്. വീണ്ടും അദ്ദേഹത്തെ 100% നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. 70 വയസ്സാളെ ഓടിച്ചെന്ന് പിടിച്ച് ഇപ്പൊ തന്നെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുപ്പിച്ച് ആശുപത്രി കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ടോ എന്നൊക്കെ ഗവൺമെന്റ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെ മോശമായ കുറച്ച് പരാമർശമൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനെതിരെ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ രാഷ്ട്രീയക്കാരനായിട്ട് ഇരിക്കാൻ യോഗ്യനാണോ എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതിയുടെ ഒരു അഭിപ്രായങ്ങളെ നമുക്ക് ആർക്കും ഖണ്ഡിക്കാൻ പറ്റില്ല. നമുക്ക് കോടതിയുടെ തീരുമാനിക്കുന്നു. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പോകണമെന്നൊക്കെയുള്ള സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. കാരണം വളരെ അനുകീനായ 10-30 കൊല്ലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നാക്ക് അദ്ദേഹത്തിന് ശരിയല്ലെന്നുള്ളത് കേരളത്തിൽ ഏത് കൊച്ചുപിള്ളേർക്ക് പോലും അറിയാം. കാരണം ആഹാരെ പറ്റി എന്തും പുള്ളി ഏത് അഭിപ്രായം ദിലീപ് കേസിൽ പറയും, മറ്റേ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ കേസിൽ പറഞ്ഞു, സരിത കേസുകളിൽ പറഞ്ഞു, ഏത് കേസുണ്ടെങ്കിലും പുള്ളി ചാടി കയറി ആ കേസുകളിൽ എടുക്കുന്ന കേരളത്തിൽ എനിക്ക് തോന്നുന്നു അച്യുതാനന്ദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അല്ലെ അച്യുതാനന്ദനായിരുന്നു പുള്ളിയുടെ ഗുരു എന്നാണ് പുള്ളി പറയുന്നത്. കാരണം അത്ര വെച്ചാൽ പുള്ളി സത്യത്തിന്റെ പാതയിലാണ് ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ പുള്ളി ഒത്തിരി ചെയ്തു കൊടുക്കുന്നുണ്ട്. പൂഞ്ഞാറിലെ ഒരു വിഭാഗത്തിന് അദ്ദേഹം ഇപ്പോഴും പ്രിയങ്കരൻ തന്നെയൊക്കെ ആണെന്നുള്ളതാണ് നമ്മുടെ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. അതെ, അതിലൊരു സംശയമില്ല. പിന്നെ PC ജോർജിന്റെ നാക്കൊന്ന് കൺട്രോൾ ചെയ്താൽ, നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞ പോലെ വളരെ നല്ല സമുന്നതനായ ഒരു നേതാവായി അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം അലങ്കരിക്കാൻ അർഹതയുള്ള ഒരു നേതാവ് തന്നെയാണ് PC ജോർജ് എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തെയൊക്കെ നമുക്ക് ഇന്റർവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം നമുക്ക് കൃത്യമായ മറുപടികൾ അദ്ദേഹം നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി അദ്ദേഹം വ്യക്തമായിട്ട് തരും. അദ്ദേഹത്തിന് നല്ല ബോധമുണ്ട് എന്താണ് രാഷ്ട്രീയം, എന്താണ് കേരള രാഷ്ട്രീയം എന്നത് നല്ല ബോധ്യമുള്ള ഒരാളാണ്. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്നും അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹത്തെ ചൊടിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ മാധ്യമക്കാരായാലും ചില പ്രത്യേക ഓൺലൈൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ഒരു മതവിദ്വേഷിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുസ്ലിംസിന് എതിരാണ്, ഇസ്ലാമത്തിന് എതിരാണെന്ന നിലയിൽ ഒന്ന് കൊണ്ടെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഒരു ലാസ്റ്റ് ഏഡ് അല്ലെങ്കിൽ ഒരു അധ്യായമായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ഒരിക്കലും മുസ്ലിംസിന് എതിരൊന്നുമല്ല. കാരണം അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോലും ഈ പറയുന്ന പോലെ മോശം തന്നെയാണ്. നമ്മളതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അതിന്റെ കയ്യിൽ നിന്ന് പോയി, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും പ്രശ്നമാണല്ലോ. അതുപോലെ അതിന്റെ കയ്യിൽ നിന്ന് പോയി. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ ഒരിക്കലും എല്ലാ മുസ്ലിംസിനെയും അടച്ചാക്ഷേപിക്കലല്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം നോർമലി PC ജോർജിന്റെ സ്വഭാവം അങ്ങനെയാണ്. അത് ക്രിസ്ത്യൻസിനെ പറഞ്ഞാലും ഹിന്ദുക്കളെ പറഞ്ഞാലും അദ്ദേഹം അടച്ചാക്ഷേപിച്ചു കളയും. അദ്ദേഹത്തിന്റെ ഒരു രീതിയായി പോയി. പക്ഷേ അത് മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെയും ഈ പറയുന്ന ഏതോ വലിയ കൊടൂര കുറ്റം ചെയ്തതുപോലെ അങ്ങ് ഈ പറയുന്ന അറസ്റ്റ് ചെയ്ത് അങ്ങ് ജാമ്യം നിഷേധിച്ച്, നമ്മൾ ഹൈക്കോടതിയുടെ നമ്മൾ പറയുന്ന ആ കേസിലിരിക്കുന്ന കാര്യത്തെ നമ്മൾ നിഷേധിക്കുകയോ അതിനെ വിമർശിക്കുകയോ ഒന്നുമല്ല. പക്ഷേ ഇതിലും വലിയ പരാമർശങ്ങൾ നടത്തുന്ന ആൾക്കാരെ, വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ആൾക്കാരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, ഒരു അറസ്റ്റ് പോലും ചെയ്യാതെ വിട്ടുകളയുന്ന ഒരു നാടും ഒരു നിയമവുമാണ് നമ്മുടേത്. അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? സാറിന് എന്ത് തോന്നുന്നു? ഉറപ്പായിട്ടും അതെ. അദ്ദേഹം ഇപ്പോൾ BJP വന്നു, BJPന് എന്തെങ്കിലും ഒരു സ്ഥാനങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടും. ഒരുപക്ഷെ BJPയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ഒരുപക്ഷെ ഭാവി കേന്ദ്രമന്ത്രിയോ ഗവർണറോ ഒക്കെ BJPക്ക് ആകാവുന്ന. കാരണം BJPക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്നുള്ളത് 100% ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തെയൊക്കെ കൂട്ടി നിർത്താൻ വളരെ കഴിവുള്ള, വളരെ പ്രജ്ഞ വേണേൽ പറയാം, വളരെ പ്രഗത്ഭനായ ഒരു നേതാവ് തന്നെയാണ് PC ജോർജ്. അന്നേരം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനങ്ങളൊക്കെ കിട്ടിയാൽ അത് മറ്റുള്ള മതവിഭാഗങ്ങൾക്കോ മറ്റുള്ളവർക്കും ഒരു ഭീഷണിയാവുമെന്ന് ധരിച്ച് അവരൊക്കെ കൂടി മുൻകൂർ കയറി വിട്ടുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കുള്ള സംശയം. കാരണം ഇങ്ങനെയൊക്കെ അറസ്റ്റ് നടന്നു, കേസുമായി പ്രശ്നങ്ങളായ പിന്നെ പുള്ളിക്ക് മത്സരിക്കാൻ പറ്റത്തില്ല, മറ്റുള്ള രീതിയിലേക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിലൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ട്, 100% ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ മുമ്പോട്ടുള്ള രാഷ്ട്രീയ ഭാവിക്കൊക്കെ ഇതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം അറസ്റ്റ് കേസ് ഇതൊക്കെ പിന്നെ രാഷ്ട്രീയ കേസുകളാണ്. കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്ക് കേസുകളൊക്കെ മാഞ്ഞു പൊക്കോളും. അദ്ദേഹം ഈ പ്രസ്താവന നടത്തി, ഒരു മതവിഭാഗത്തിനെതിരെ പ്രസ്താവന നടത്തിയിട്ട് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അത് മാപ്പ് ചോദിച്ചതാണ്. ഇങ്ങനെ മറ്റുള്ളവരെ അത് വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതുകൂടാതെ പുള്ളിയുടെ സ്റ്റാഫിൽ തന്നെ ഇന്നലെ ഇന്റർവ്യൂ കണ്ടപ്പോൾ പുള്ളിയുടെ സ്റ്റാഫിലൊക്കെ വർഷങ്ങളായിട്ട് മുസ്ലിംസും അല്ലെങ്കിൽ മറ്റുള്ള സമുദായക്കാരും ക്രിസ്ത്യൻസും എല്ലാ സമുദായക്കാരും ഉണ്ട്. എല്ലാവരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണെന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് നമ്മൾ പൂഞ്ഞാറിലൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ടും അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ചോദിച്ചപ്പോൾ വളരെ ബന്ധം പുലർത്തുന്ന, വളരെ പിന്നെ എന്ത് കണ്ടാലും തുറന്നു പറയുന്ന ഒരു സാധാരണ പച്ച മനുഷ്യൻ എന്നാണ് PC ജോർജിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എന്ത് കിട്ടിയാലും പുള്ളി അടിക്കടി അടിക്കുക. ഇന്നലെ തന്നെ ചാനൽ പറയുന്നു, ഞാൻ പോയിട്ട് വരട്ടടാ കാര്യം പറയാമെന്നാണ് പുള്ളി പറഞ്ഞത്. ഒരാളുടെ മൈക്കും തട്ടി. കാരണം മാനസികമായിട്ട് ദേഷ്യം കാണും. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ കയറും. പുള്ളിക്ക് ഷുഗറും കൂടി, എനിക്ക് വന്ന കൊളസ്ട്രോളും അങ്ങനെ എല്ലാം കൂടിയിട്ടുണ്ട്. കാരണം മാനസികമായിട്ട് മനുഷ്യൻ ടെൻഷനുണ്ട്. അറിയാതെ എങ്ങനെയോ അബദ്ധവശാലും ഒരു ചാനൽ ചർച്ചയിൽ ഒരു വാക്ക് പിഴഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ജയിലിലേക്ക് പോവുക. 2 പ്രാവശ്യം പുള്ളിക്ക് ഓൾറെഡി നമ്മൾ ചർച്ച പറഞ്ഞു. 2 പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. മജിസ്ട്രേറ്റ് തന്നെ ജാമ്യം കൊടുത്തു. ഇപ്രാവശ്യം മജിസ്ട്രേറ്റ് 6 മണി വരെ ജാമ്യം കൊടുത്തിട്ട് അത് റിമാൻഡാക്കി മാറ്റുമായിരുന്നു. അതാണ് പുള്ളിക്ക് പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വരുന്നത്. അതായത് പുള്ളിയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം. പുള്ളി നേരിട്ട് കോടതിയിൽ ചെന്ന് കാര്യം ഇവിടുന്ന് ഒളിച്ചു പോകുന്ന ഒരു വ്യക്തിയല്ല. രാജ്യം വിട്ടുപോകും, അങ്ങനെ ജീവിക്കാൻ 10-73 വയസ്സായി അങ്ങനെ ജീവിക്കാൻ. മകളുമായിട്ട് നേരിട്ട് അവിടെ നേരിട്ട്
ഹാജരാകുന്നതിന് മുമ്പ് തലേദിവസം തന്നെ പോലീസുകാരെ 2-3 പ്രാവശ്യം പുള്ളിയുടെ വീട്ടിലും ഓഫീസിലും പരമാവധി കേരളം മുഴുവൻ പുള്ളി എവിടെയൊക്കെ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ ഇവർ സെർച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ടൊരു ഓൺലൈൻ ചാനലിൻ്റെ ആൾക്കാരെ പറഞ്ഞാൽ ഒരു ചെറിയ കേസ് വന്നാൽ ഇവരെ പിടിക്കണം എന്ന് വെച്ചാൽ ഇവർ ഒരു ക്രിമിനൽ കേസിലും വലിയ കാര്യമായിട്ടാണ് ഇതിൻ്റെ പുറകെ നടക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ച് എങ്ങനെയാലും പുള്ളിയെ ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ചെറിയ വിഭാഗത്തിൻ്റെ. ഞാനിപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൊക്കെ അദ്ദേഹം എങ്ങനെയും 10 ദിവസം കിടക്കട്ടെ, അവൻ്റെ നാക്കൊന്ന് തീരട്ടെ എന്നാണ് ഇവരുടെയൊക്കെ. ഇപ്പോൾ പുള്ളിയുടെ പേരിൽ ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ പോലും ഭാവിക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെയാണുള്ള മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയൊന്നും വരുമെന്ന് നമ്മൾ കരുതുന്നില്ല. കാരണം BJPക്ക് അവരുടെ പാർട്ടിക്ക് അറിയാം അവരെങ്ങനെ വർക്ക് ചെയ്യുന്നു. സജീവമായിട്ട് ഷോണും വർക്ക് ചെയ്യുന്നുണ്ട്, സജീവമായിട്ട് PC ജോർജും വർക്ക് ചെയ്യുന്നുണ്ട്. BJP അവരെ അംഗീകരിക്കുന്നു തോന്നുന്നു. പിന്നെ എല്ലാത്തിനുള്ള ഗ്രൂപ്പിസം കാര്യങ്ങളൊക്കെ എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ പുള്ളിക്ക് 15 സീറ്റ് കിട്ടാത്തതിലൊക്കെ ഒരു പരിഭവം ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞല്ലോ. പത്തനംതിട്ട സീറ്റ് കിട്ടാഞ്ഞ കാരണം സാറിന് അറിയാലോ, അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു കൂട്ടം വിഭാഗങ്ങളുടെ അജണ്ട തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ പെട്ടെന്നൊരു കേസ് എടുക്കുകയാണെങ്കിൽ നവീൻ ബാബുവിന്റെ കേസിൽ എന്തുകൊണ്ടാണ് ആ ലേഡിക്കെതിരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാഞ്ഞത്? 9-10 ദിവസം കഴിഞ്ഞായിട്ട് അവർ തൊട്ടടുത്ത് കിടന്നിട്ട്, അതായത് അവരവിടെ വീട്ടിൽ നിന്നും ദൂരെ ഒന്നും പോയിട്ടില്ല, എന്നിട്ട് പോലും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ആ സ്ത്രീയെ, ഈ പറയുന്ന പോലെ നവീൻ ബാബു എന്ന് പറഞ്ഞ ആ മജിസ്ട്രേറ്റിന്റെ മരണത്തിനിടയാക്കി ആ സ്ത്രീയെ അങ്ങനെ ചെയ്തത്. പക്ഷേ അങ്ങനെയുള്ള ഈ പറയുന്ന പോലെ നിയമലംഘനങ്ങൾ നമ്മുടെ ന്യായാധിപന്മാർക്ക് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് PC ജോർജ് അത്രയും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഒരാളുടെ മരണത്തിന് കാരണമാകുന്ന തെറ്റൊന്നും PC ജോർജ് ചെയ്തിട്ടില്ല. അവിടെ ഇരുന്ന് ഈ പറയുന്ന ആ നവീൻ ബാബുവിനെ പറഞ്ഞു കൊല്ലിച്ച സ്ത്രീയെ സംരക്ഷിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ PC ജോർജിനെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ വ്രണപ്പെടുത്തിയെങ്കിൽ അദ്ദേഹം മാപ്പ് വരെ പറഞ്ഞു. മറ്റവർ അതുപോലും പറഞ്ഞിട്ടില്ല. അവർ മാപ്പ് പറയുകയോ തെറ്റി ഒന്നും സമ്മതിച്ചിട്ടില്ല. അവർ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂളായിട്ടാണ് ആ സ്ത്രീ ആ പറയുന്ന പോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അല്ലെങ്കിൽ ആ മെമ്പർ ആയിരുന്നവർ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം PC ജോർജിന്റെ സ്വഭാവം നാട്ടിലുള്ളവർക്ക് അറിയാം, എല്ലാ പൊതുപ്രവർത്തകർക്കും ജനങ്ങൾക്കും അറിയാം. PC ജോർജ് പച്ചയായ ഒരു മനുഷ്യനാണ്, അത് തനി നാടനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വെട്ടൊന്നും മുറിനാണ്. അദ്ദേഹം മാധ്യമങ്ങളെ നോക്കാറില്ല, അദ്ദേഹം ക്യാമറയെ നോക്കാറില്ല, അദ്ദേഹം ചീഫ് പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം തനതായ ശൈലി, അദ്ദേഹത്തിന് ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ PC ജോർജിനെ ന്യായീകരിക്കാൻ വേണ്ടി ചർച്ച നടത്തുകയല്ല, പക്ഷേ തനതായ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള ചർച്ചകൾ അദ്ദേഹത്തിന് എടുത്ത് നോക്കിയാലും ഏത് ചാനലിലെടുത്ത് നോക്കിയാലും അദ്ദേഹം ഈ പറയുന്ന പോലെ ഏത് മതത്തിന്റെ പേരിലായാലും ഏത് സംസ്കാരത്തിന്റെ പേരിലായാലും എന്തും അദ്ദേഹം കയറി അദ്ദേഹം തന്നെ അങ്ങോട്ട് കയറി പാരമേടിക്കുന്ന ഒരു അവസ്ഥയാണ്. അദ്ദേഹം തന്നെ അങ്ങോട്ട് കയറി ചെന്ന് ഈ പറഞ്ഞ പോലെ തല കെണിയിൽ വെച്ച് കൊടുക്കും. അത് തന്നെയാണ് ചാനൽ ചർച്ചകൾ മിക്കപ്പോഴും സംഭവിക്കുക. പക്ഷേ എന്ത് കരുതി അറസ്റ്റിലേക്ക് പോകാനുള്ള തെറ്റൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഹൈക്കോടതി പരാമർശത്തിലിരിക്കുന്ന കാര്യം നമ്മൾ പറയാൻ ആൾക്കാരല്ല. എന്നിരുന്നാലും കുറച്ചൊക്കെ കൺസേൺ കൊടുക്കാമായിരുന്നു. അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നമുള്ള മനുഷ്യനാണ്. നേരത്തെ തന്നെ സാറോ സൂചിപ്പിച്ച പോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മാസ്ക് ഒക്കെ വെച്ച് പുള്ളിക്ക് ഉറങ്ങാൻ പറ്റും. നമ്മൾ സാറിന് ഉറങ്ങുന്ന പോലെ ഉറങ്ങാൻ പറ്റത്തില്ല. ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത്ര നടക്കുന്ന കോടതിക്ക് അതൊക്കെ പരിഗണിച്ച് ഇനിയിപ്പോൾ അടുത്ത എനിക്കൊന്ന് 2 ദിവസത്തിലുണ്ടെന്ന് തോന്നുന്നു വീണ്ടും ഹിയറിംഗ്. വ്യാഴാഴ്ച വെള്ളിയാഴ്ച നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ അത് ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ഈ പരാമർശങ്ങളൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. കാരണം മറ്റുള്ള ഒരു മതസ്ഥരെ നമ്മൾ പരസ്പരം, പക്ഷേ പുള്ളി ഇങ്ങനെ ഓരോരുത്തർ ഇവിടെ പറയുന്ന മറ്റുള്ള ഒരു മതസ്ഥനെ മാത്രം പറഞ്ഞാൽ പ്രശ്നം, മറ്റുള്ള മതങ്ങളെ പറഞ്ഞാൽ പ്രശ്നമില്ല, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഏതായാലും അതൊക്കെ കോടതിയും കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.